അപ്പോൾ ബേസിക്കലി ഒരു ഹീറോ സ്പേസിൽ നിന്ന് മലയാള സിനിമയിൽ നിന്ന് പോയ ആളാണ് ഞാൻ. എനിക്കൊരു സ്റ്റാർട്ടപ്പ് തന്നത് മേപ്പടിയാനാണ്. എനിക്ക് എല്ലാവരുമായിട്ട് അങ്ങനെ ഭയങ്കര കോണ്ടാക്ട് ഒന്നുമില്ല. ടോവിയായിട്ട് ഉണ്ട്, നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട്. ഇപ്പോൾ ആക്ച്വലി സ്റ്റൈലിലൊക്കെ ടോവിയുടെ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന സമയത്തും I was very keen, I was very clear that അവനൊരു നല്ലൊരു കരിയർ ഉണ്ടാവും. ഇറ്റ്സ് വെരി ഹാർഡ് വർക്കിംഗ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ എനിക്ക് ഒരു സ്ട്രേറ്റ് ഹിന്ദി മൂവിയുടെ ഒക്കെ പോസിബിലിറ്റീസ് ഓപ്പൺ ആയിട്ടുണ്ട്. അത് എൻ്റെ നമ്മുടെ പ്ലാൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാൻ മതി എന്ന രീതിയിലാണ് സൈഡിൽ വെച്ചേക്കണേ. ഈ പാർട്ട് ഓഫ് പ്ലാനിൽ ഇനി ആക്ഷൻ മൂവീസ് മാത്രമാണോ അതോ ഫാമിലി മൂവീസ് ഉണ്ടോ? കുറച്ച് അങ്ങോട്ട് ആക്ഷൻ ഡോമിനേറ്റഡ് ആയിരിക്കും. ആണോ? അത് നേരത്തെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തതാണോ അത് മാർക്കൊക്കെ ശേഷം 5 പടം ഫാമിലി ആയിരുന്നു. ഇറ്റ് ഡിഡ് ട്രിഗർ മീ ആക്ച്വലി. ടോവി ആണോ പെപ്പയുടെ ആണോ അങ്ങനത്തെ RDX അങ്ങനത്തെ പടങ്ങൾ? എല്ലാ സിനിമകളും ഇപ്പോൾ RDX ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു, തല്ലുമാല ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ ഇന്റർവ്യൂവിലാണ് മിക്കായലിന്റെ സ്പിൻ ഓഫ് വരുന്നുണ്ട് മാർക്കോ എന്ന് ഉണ്ണി പറയുന്നത്, അത് വൈറലാവുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, മാർക്കോ 2 ഉണ്ടോ? മാർക്കോ 2 ഉണ്ട് അല്ലേ? മാർക്കോയിൽ എൻറ്റയർ ഫൈറ്റ് സീക്വൻസിൽ റിഹേഴ്സൽ ഉണ്ടായിട്ടില്ല. ഓ, റിഹേഴ്സൽ ഇല്ലാതെയാണോ കൊറിയോഗ്രാഫി? ഞാനവിടെ രാവിലെ വരും, ആൻഡ് ഐ വിൽ ഡു ഇറ്റ് ആൻഡ് ഐ ലീവ്. സ്റ്റെയർകേസ് ഫൈറ്റ് ലൊക്കേഷൻ ലാസ്റ്റ് മൊമെന്റിൽ ചേഞ്ച് ആയതാണ്. അങ്ങനെ ഒരു സ്റ്റെയർകേസ് ആയിരുന്നില്ല. അത് ടോം ക്രൂസിന്റെ പരിപാടികളാണ് ഉണ്ണിയുടെ മനസ്സിലുള്ളത്. ടോം ക്രൂസ് സിനിമകളിൽ ഉള്ള ആക്ഷൻ ഇസ് ടോപ്പ് നോച്ച്. ഇതിന് മുന്നേ വന്നൊരു മലയാള സിനിമ 35 ലക്ഷം രൂപയായിരുന്നു. സോ കളക്ട് ചെയ്ത് ഹൈയസ്റ്റ് ബിഫോർ മാർക്കോ അറൌണ്ട് 30-35 lakhs ഹിന്ദി ഓഡിയൻസിന്. With RJ Rafi. മലയാളത്തിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന സ്റ്റാർസിൽ ഒരാളാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. ഒന്നും വന്നിട്ടില്ല, അല്ല പലരുടെ ഹെൽപ്പ് കൊണ്ട് തന്നെയാണ് വന്നേക്കണേ. ഓക്കെ, എന്നാൽ അടുത്ത ഇന്റർവ്യൂ പറയാം ഞാൻ. മലയാളത്തിന്റെ പാൻ ഇന്ത്യൻ ആക്ഷൻ ഹീറോ, ആക്ഷൻ സ്റ്റാർ. ആക്ഷനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പറയുന്നില്ല. ആ ടാഗ് ലൈൻ എടുക്കുമോ? മലയാളത്തിന്റെ പാൻ ഇന്ത്യൻ ആക്ഷൻ സ്റ്റാർ ഉണ്ണിമുകുന്ദൻ. ഐ മീൻ പറയാം, തെറ്റില്ല. അക്സെപ്റ്റ് ചെയ്തു, ഇന്റർവ്യൂ അക്സെപ്റ്റഡ്. സൂപ്പർ. ഒരു ആക്ടർ എപ്പോഴാണ് സ്റ്റാർ ആവുന്നത്? കാരണം മാർക്കോയ്ക്ക് ശേഷം ഐ ക്യാൻ ഫീൽ ഇറ്റ്, സ്റ്റാർ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് ഇത് മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു ഓറ ബിൽഡാവും. സക്സസ് ഇസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാരിങ്ങനെ നല്ലത് പറയും, പിന്നെ ബിൽഡ് ചെയ്ത് പോവും എന്ന് തന്നെയാണ്. എനിക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എക്സാക്ട്ലി, ബിക്കോസ് ഓരോ സിനിമയ്ക്ക് ഓരോ വൈബാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റാർ പാൻ ഇന്ത്യൻ സ്റ്റാർ ആവുന്ന എപ്പോഴാണ്? സോ ഐ ഫീൽ അല്ല, ആക്ച്വലി അതിൻ്റെ കറക്റ്റ് രീതി എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സിനിമ, നമ്മുടെ റീജിയണൽ ലാംഗ്വേജ്, അത് ആ സിനിമ തന്നെ മറ്റ് സ്റ്റേറ്റ്സിൽ പെർഫോം ചെയ്യില്ലേ, ആൻഡ് തിയേറ്ററിക്കൽ പെർഫോമൻസ്. ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു കൊമേഴ്ഷ്യൽസ് ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫിനോമിനൻ ആയിട്ടാണ് എനിക്ക് പാൻ ഇന്ത്യ ഹിറ്റ് പറയുന്നത്. ഇഫ് ഐ ഗോ ആൻഡ് ആക്ട് ഇൻ സം റീജിയണൽ മൂവീസ്, ആ സമയത്ത് ചിലപ്പോൾ ഇതിന് മുന്നേ അങ്ങ് ചെയ്തിട്ടുണ്ട്. ഞാൻ തെലുങ്ക് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിതിന് മുന്നേയും മറ്റ് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ബട്ട് ട്രേഡ് മാർക്കറ്റ് ഫോഴ്സസ് ഒക്കെ നമ്മളോട് പറഞ്ഞു തന്നത് ഈ ഒരു രീതിയിൽ ഫങ്ഷൻ ആവുമ്പോഴാണ്. ദാറ്റ് ഈസ് ഒരു മലയാള സിനിമ അല്ലെങ്കിൽ ഏത് റീജിയണൽ ലാംഗ്വേജും ഭാഷ അല്ലെങ്കിൽ ടെറിട്ടറി മറികടന്ന് സക്സസ് എൻജോയ് ചെയ്യുമ്പോൾ തിയേറ്ററിക്കൽ സക്സസ് OTTയിൽ വരുന്നത് മാത്രമല്ല, തിയേറ്ററിക്കലാണ് കൂടുതൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ മാർക്കറ്റ് ഫോഴ്സസ് നമ്മുടെ ചുറ്റും നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ വർക്കാവില്ല. നാട്ടുകാരല്ല, ഇതിൽ ട്രേഡ് ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നാട്ടുകാർ പറഞ്ഞിട്ട് കാര്യമില്ല. അതാരാ ശരിക്കും ട്രേഡ് ഡീൽ ചെയ്യുന്ന ബിസിനസ് നോക്കുന്ന ആൾക്കാർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്. ബേസിക്കലി ഈ 2 കാറ്റഗറിയിൽ പെടുന്ന ട്രേഡ് നോക്കുന്ന മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയില്ലേ, അവരാണ് ഇത് പറയുന്നത്. സോ ഇൻ ദാറ്റ് സെൻസ് നമുക്ക് ഒരു സന്തോഷമുണ്ട്. പ്രൈമറിലി ഞാൻ എന്തായി തീർന്നു എന്നല്ല, ബിക്കോസ് ഇതൊക്കെ എൻ്റെ ഒരു തുടക്കം മാത്രമാണ്. വിച്ച് ഐ ഫീൽ ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ആക്ഷൻ സിനിമ ചെയ്യുന്നത് തന്നെ. അതിൽ എനിക്കൊരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് ഒരു കാലത്ത് എനിക്കൊരു ചീത്തപ്പേരായിരുന്നു, ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്യുന്നൊരു നടൻ. പിന്നീട് ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ണിമുകുന്ദൻ ഫിലിംസിലേക്ക് UMF വന്നപ്പോൾ ഐ തോട്ട് ഐ ഓൺലി ഡു
Action. ഫാമിലി ഓക്കെ. ഫാമിലി മൂവീസാണ് കൂടുതൽ ചെയ്തത്. അത് പല പല ജോണർ ഓഫ് ഫീൽ ഗുഡും ഇൻസ്പിറേഷണൽ മൂവീസ് അങ്ങനെയൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഗെറ്റ്സ് എ ബേബി വെച്ചിരുന്നത്. ഗെറ്റ്സ് എ ബേബിയുടെ ഒരു ടൈമിംഗ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. പോസ്റ്റ് പാൻഡമിക് ഫാമിലി ഫാൻസ് ബേസ്, ഫാമിലി ആക്ടർ എന്നുള്ള ഫാൻ ബേസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്തു. അങ്ങനെ ലിസ്റ്റ് ഓഫ് സിനിമസ് വരാൻ തുടങ്ങി. ആ ലിസ്റ്റിൽ ലാസ്റ്റ് പടമാണോ ഗെറ്റ്സ് ഇറ്റ് ബേബി? ലാസ്റ്റ് പടമാണ് ആക്ച്വലി. അല്ലേ? ഞാനൊരു 5 സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം മേപ്പടിയാൻ ചെയ്തു, പിന്നെ ഷഫീഖിന് സന്തോഷം ചെയ്തു. അപ്പം മേപ്പടിയാൻ ഒരു സ്ഥലം അല്ലെങ്കിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അത് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ജെന്യുവിൻലി അത് കണക്റ്റ് ആവും. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷഫീഖിന് സന്തോഷം ഞാൻ കേരളത്തിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ, ഞാൻ കേരളത്തിൽ വരേണ്ട അതിന് മുന്നേ ഇപ്പം എൻ്റെ ഫാമിലി തന്നെ അച്ഛൻ 5 വർഷത്തോളം യമനിലായിരുന്നു. എൻ്റെ ചെറിയച്ഛൻ 28-30 വർഷം മസ്കറ്റിലായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഒരു ഫാമിലിയിൽ ഏതെങ്കിലും ഒരാൾ കുടുംബത്തിന് വേണ്ടി ബാക്കിയെല്ലാം മാറ്റിവെച്ച് വിദേശത്ത് പോയിട്ടുണ്ടാവും. അയാൾക്ക് പിന്നെ ജീവിതമില്ലാന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, അവർ താമസിക്കുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ദാറ്റ് ഈസ് അങ്ങനെ ദുബായ് ഗൾഫിലേക്ക് പോയി അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന രസകരമായ കാര്യങ്ങൾ ബേസ് ഇതായിരുന്നു. മാളികപ്പുറം അഗെയിൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ അല്ലെങ്കിലും ഞാൻ പ്ലാൻ ചെയ്തൊരു സ്പേസിൽ വന്നുപെട്ട ഒരു സിനിമയാണ്. അതൊരു ഏജ് കാറ്റഗറി ഒരു 45-50 ഏജിനപ്പുറത്ത് കുറച്ചും കൂടി പീസ്ഫുൾ ലൈഫ്, സ്പിരിച്വാലിറ്റി ഒക്കെ എൻജോയ് ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബ പ്രേക്ഷകരുണ്ട്. അവർക്ക് വേണ്ടി ചെയ്ത സിനിമയായിരുന്നു. ദെൻ ഐ ഡിഡ് ജയ ഗണേഷ് ആൻഡ് ആ പടത്തിൻ്റെ റിലീസ് ഉൾപ്പെടെ ഐ ഹാഡ് ദ ചോയ്സ് ടു റിലീസ്. അത് കുറച്ച് മാറ്റി വെക്കാൻ വരുന്നത് കുറേ പേര് എൻ്റെ പ്രൊഡ്യൂസർ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഈ സമയത്ത് ആവേശം ഇത്രയും ആവേശത്തോടെ നിൽക്കുന്ന സമയത്ത് ഇത് വേണം. പിന്നെ വർഷങ്ങൾക്ക് ശേഷത്തിനും കുറച്ചും കൂടി ഒരുപാട് സ്റ്റാർ കാസ്റ്റ് അല്ല, ലൈക്ക് ടു മെനി സ്റ്റാർസ്. ആ കൂട്ടത്തിൽ ഉണ്ണി ഇങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന ഒരു പടം ഭയങ്കര ഒരു ഫെസ്റ്റിവൽ മൂഡല്ലോ ഒന്ന്. ബട്ട് ദ ഹോൾ ഐഡിയ ഓഫ് നോട്ട് ചേഞ്ചിങ് ദ റിലീസ് വാസ് പ്രൈമറിലി ഞാൻ ഈ സിനിമ എടുത്തതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇവരെ അല്ലെങ്കിൽ ഈ സ്പെഷ്യലി ഏബിൾഡായ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തണമെന്ന്. അപ്പോൾ കോമ്പറ്റീഷൻ വന്നപ്പോൾ അവിടുന്ന് ഈ ഒറ്റ കാരണം കൊണ്ട് മാറ്റണമെന്ന് എനിക്ക് തോന്നിയില്ല. ഇങ്ങനത്തെ ഒരു കഥയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ലെറ്റ് ഇറ്റ് സർവൈവ്, ലെറ്റ് ഇറ്റ് ഫൈറ്റ് ഇറ്റ് ഔട്ട്. അപ്പോൾ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് ഭയങ്കര കൺട്രോളായി. ആ കൂട്ടത്തിൽ വെച്ചൊരു സിനിമയാണ് ഗെറ്റ്സ് ഇറ്റ് ബേബി. അതിലും ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഗെറ്റ്സ് ഇറ്റ് ബേബിയുടെ സ്വഭാവം ഇങ്ങനെയാണ്. ഇൻ ബിറ്റ്വീൻ എനിക്ക് തോന്നി സംവേഡ് ആവുന്നുള്ള എനിക്ക് ഫീൽ ചെയ്തു, ഒരു ആക്ഷൻ സിനിമ ഞാൻ ചെയ്താൽ ഇപ്പോൾ വിജയിക്കും എന്നൊരു ഉൾവിളി എന്ന് പറയില്ലേ, അങ്ങനെയാണ് മാർക്കോ വരുന്നത്. അങ്ങനെ മാർക്കോ. അപ്പോൾ മാർക്കോയ്ക്ക് ശേഷമാണ് ഗെറ്റ്സ് ഇറ്റ് ബേബി റിലീസ് ആവുന്നത്. ലിസ്റ്റ് ഓഫ് പടങ്ങളിൽ ഉണ്ടായിരുന്ന പ്ലാൻ ഇതിൽ വീണ്ടും തിരിച്ച് വർക്കായോ? കാരണം ഡെഫിനറ്റ്ലി ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് സിനിമ കാണാൻ പോകുന്നത് ചെറുപ്പക്കാരാണ്, വെരി വെരി യങ് ക്രൗഡ്. അവരെന്നെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടത് മാർക്കോയിലാണ്. അപ്പോൾ പ്രൈമറി ഓഡിയൻസ് ഒരു സിനിമ, ഈ സിനിമയുടെ നമ്മൾ പറയില്ലേ ആരൊക്കെ ഒരു സിനിമ കാണണം എന്ന് പറയുന്നത്, ചെറുപ്പക്കാർ ഡെഫിനറ്റ്ലി കാണണം. പക്ഷേ മാർക്കോടെ ഹാങ് ഓവറിൽ എന്നെ പെട്ടെന്നൊരു ഗൈനക് ഡോക്ടറായിട്ടും ഒരു ഫൈറ്റൊന്നും ഇല്ലാതെയും ഒരു വേറെ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഹൈ ആണത്. ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി തരുന്ന ഒരുപാട് നല്ല ഫീഡ്ബാക്കുകൾ ഒക്കെയാണ്. പക്ഷേ കുടുംബ പ്രേക്ഷകരിലേക്കാണ് സിനിമ എത്തേണ്ടത്. ഇപ്പോൾ മാർക്കോ ഡയറക്റ്റ് എത്തിയത് അവരുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്കാണ്, യൂത്തിൻ്റെ ഇടയിൽ. ഇപ്പോൾ ഫാമിലി, അതാ ഞാൻ പറഞ്ഞത്, ഡേ 1 ഡേ 3 നമുക്ക് കളക്ഷൻ കൂടി വരുന്നത്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വേർഡ് ഓഫ് മൗത്ത് മൂവി. അതിനെ ആ രീതിയിലും പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ബട്ട് റൈറ്റ് നൗ ഇറ്റ്സ് ഗോയിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ എന്തിന് നമ്മളൊരു സിനിമ ചെയ്യുന്നു ഒരു ചോദ്യം എപ്പോഴും ഉണ്ട്. അതിന് ആൻസേഴ്സ് കിട്ടും എപ്പോഴും. എനിക്ക് ഭയങ്കര ഐ ഗോട്ട് എ ബ്യൂട്ടിഫുൾ ആൻസർ. ഞാനിപ്പോൾ കഴിഞ്ഞ സ്ഥലത്തും പറയുകയും ചെയ്തു. എനിക്കൊരു മെസ്സേജ് വന്നു വേറെ, അത് ഫേസ്ബുക്കിലൊക്കെ കിടക്കുന്നുണ്ട്. ഒരു മോൻ അമ്മയോട് ചോദിച്ചിരുന്നു, ദാറ്റ് ഈസ് എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതെന്ന്. സോ ഒരു മേ ബി ഓക്വർഡ്നെസ് അല്ലെങ്കിൽ പറയാൻ മടിയുള്ളതുകൊണ്ട് അവർ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എല്ലാ കുട്ടികളെ പോലെ ഒരു ചെറുകഥയായിട്ട് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സിനിമ കണ്ടു, ഗെറ്റ്സ് ഇറ്റ് ബേബി എന്ന സിനിമ കണ്ടപ്പോൾ അവൻ അമ്മയോട് ചോദിച്ചത്, ഞാൻ വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വേദനിച്ചു വന്നു, ആൻഡ് ഷി വാസ് ഇൻ ടു ടീയേഴ്സ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു മെമ്മറി ആയിട്ട് തന്നെ അത് കിടക്കും. ബിക്കോസ് ഒരമ്മ ഒരു കുഞ്ഞിന് വേണ്ടി എടുക്കുന്ന ഏറ്റവും വലിയ പെയിൻ, ഐ മീൻ വേൾഡിൽ, ലോകത്തിൽ തന്നെ ഏറ്റവും പെയിൻഫുള്ളായ ഒരു പ്രോസസ്സാണ് ഒരു സ്ത്രീ പ്രസവവേദന. ആൻഡ് എന്നെ കൊണ്ട് ഒരിക്കലും അത്
നമുക്ക് എത്ര മസിലുണ്ടും അല്ലെങ്കിൽ അതെന്ന് പറഞ്ഞാലും ഐ കാൺ ഡൂ ദിറ്റ്, ഐ കാൺ ഹാൻഡിൽ ഇറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ചിന്തകളും അല്ലെങ്കിൽ ഒരുപാട് തോട്ട് പ്രോസസ്സും എൻ്റെ പ്രായത്തിൽ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു. ഇൻ്റർവ്യൂസ് ആണെങ്കിൽ അവിടെ ഇവിടേക്കാണ്, കല്യാണം എപ്പോഴാണ്, അങ്ങനെയാണ്. സോ സബ് കോൺഷ്യസ് മൈൻഡിൽ ദിസ് തിങ് വാസ് ഹാപ്പനിങ്. അപ്പോൾ ഇതിലൊരു കഥയുണ്ടല്ലോ, ഇതിലൊരു ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോസസ്. ഇത് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് പോവുകയാണെങ്കിൽ നല്ലത്. ഗൈനക്കാണ് ഉണ്ണി ഇതിൽ. സാധാരണ ഫീമെയിൽ പെർസ്പെക്റ്റീവിലാണ് ഇങ്ങനത്തെ കഥ പറയുന്നത്. ഇതിൽ മെയിൽ പെർസ്പെക്റ്റീവിൽ പറയുന്നതാണ് ഇതിൽ ഗുണ്ണിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. ഇല്ലല്ല, ഇതിൽ മെയിലും ഫീമെയിലും ഉണ്ട്. അതുകൊണ്ടാണ് നിഖില വിമലിനെ കാസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ വി കുഡ് ഹാവ് ഗോൺ ഫോർ എ ന്യൂ കമർ. അപ്പം നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഓഡിയൻസിന് മുന്നിൽ വെക്കുമ്പോൾ ഒരു നോൺ ആക്ടർ അത് ഡെലിവർ ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് തോന്നി. മാത്രമല്ല പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടറിനും ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തി പടത്തിൽ വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നിഖിലയുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു സിനിമ ലൈക്ക് ഒരു പോപ്പുലർ ഫേസ് ആയ നിഖില ചെയ്യുകയാണെങ്കിൽ, ഷീ ഈസ് എ വെരി ഗുഡ് ആക്ട്രസ്, ചെയ്യുവാണെങ്കിൽ കാര്യം കമ്മ്യൂണിക്കേറ്റ് ആവും. അപ്പം അങ്ങനെയാണ്. നിഖില ഉണ്ണി കെമിസ്ട്രി എങ്ങനെയാണ്? എല്ലാവരും പറയുന്നത് ഇറ്റ്സ് കം ഔട്ട് റിയലി വെൽ. അതെ, ഫ്രണ്ട്സ് ഡെഫിനറ്റ്ലി. അത് എന്താ പറയുക, കെമിസ്ട്രി എന്ന് പറയാൻ പറ്റില്ല, കെമിസ്ട്രി എന്ന് വാക്കിനല്ല, വി ഷെയർ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. റാപ്പോ ഒക്കെയാണ്. ഭയങ്കര കോൺസ്റ്റൻ്റ് ആയിട്ട് വിളിച്ച് ഹാങ് ഔട്ട് ചെയ്യുന്ന ശീലം എനിക്ക് ആരുമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മൂവിയിൽ ആ ഫ്രഷ്നെസ് ഉണ്ട്. ലൈക്ക് സംടൈംസ് യു ഫീൽ ലൈക്ക് ഒട്ടും കോൺടാക്റ്റ് ഇല്ലെങ്കിലും സിനിമയിൽ അത് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീലും. ചിലപ്പോൾ ഓവർലി കോൺടാക്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ കംഫർട്ട് ലെവലായിട്ട്. ഞാൻ പിന്നെ അങ്ങനെയൊന്നും ഫോളോ ചെയ്യാറില്ല. അതുകൊണ്ട് ഇപ്പം ബോയ് നെക്സ്റ്റ് ഡോർ അതിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങളുടെ ബാച്ചിൽ ഇതുപോലത്തെ ഒരു ഹാൻസം ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഡോക്ടേഴ്സ് കമൻറ്റ്സ് പറയുന്നുണ്ട്. കുറേ പേര് ഗൈനക്കിൻ്റെ ലൈഫ് ശരിക്കും കാണിക്കുന്നുണ്ട് എന്ന് ഡോക്ടേഴ്സിൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റിയൽ ലൈഫ് ഗൈനക്കിൻ്റെ ലൈഫ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഇതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങിയിട്ട് ചെല്ലണം എന്നുണ്ടെങ്കിൽ ഉണ്ണി എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത് ഗൈനക്കാവാൻ? പ്രെപ്പൊക്കെ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് വെച്ചാൽ എനിക്കൊരു ഇന്ന ആളെ പോലെ ഒരു ഡോക്ടർ എന്നുണ്ടായിരുന്നില്ല, ആവണമെന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, നമ്മുടേതായ ഒരു കഥയുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇൻ ടേംസ് ഓഫ് ഈ മെഡിക്കോ ലെവലിലൊരു പെർഫെക്ഷൻ, അതായത് നമ്മൾ സീൻസുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര കൺവിൻസിങ് ആയിരിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ബോറടിപ്പിക്കാത്ത ഒരു പേസിൽ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ തന്നെ 1-2 നഴ്സുമാരുണ്ടായിരുന്നു ബേസിക്സ് ഒക്കെ ചെയ്യാൻ. പിന്നെ റിയൽ നഴ്സുമാർ നമ്മൾ അതിലേക്ക് ഷൂട്ട് ചെയ്ത് തന്നെ ഒരു സ്മിത എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറേ ഡോക്ടേഴ്സൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പിടിക്കാൻ പാടുള്ളൂ, ദാറ്റ് ഈസ് കുട്ടികളെ എടുക്കുന്നത് ഇങ്ങനെയാണ്, ഡോക്ടേഴ്സ് ഇങ്ങനെ വെൻ യു കം യു ഡോണ്ട് ടച്ച്, ദാറ്റ് ഈസ് അങ്ങനെ കുറച്ച് അതൊക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ബിക്കോസ് നമ്മുടെ കഴിഞ്ഞ ദിവസം കുറച്ച് 10-40 ഗൈനാക്സി സിനിമ കണ്ടു ഒരുമിച്ച്. അവരുടെ കമൻസ് പറഞ്ഞപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ശ്രദ്ധ പോകുമല്ലോ. സാധാ ഓഡിയൻസിന് ഇതൊന്നും മനസ്സിലാവും. ബിക്കോസ് ഇതിന് മുന്നേ വന്ന എത്രയോ സിനിമകളിൽ നമ്മൾ സിനിമയിൽ കാണിക്കുന്ന ഓപ്പറേഷനൊന്നുമല്ല റിയൽ ലൈഫിൽ. സോ വി ട്രൈഡ് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് ഒരു വേറെ കൈൻഡ് ഓഫ് ഫീൽ വരുന്നുണ്ട്. പിന്നെ ഭയങ്കര എസ്തെറ്റിക്കലി ഷോർട്ടാണ്, നല്ല പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ട്. നാട്ടുകാർ മൊത്തം ബസ് പിടിച്ച് പോകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ. അതാണ് ഞാൻ എന്താ പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്ന് ഇപ്പോൾ ഇന്ന് അയച്ചത് അപ്പോൾ ഈ ആൾക്കാരിലേക്ക് സിനിമ എത്തി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലച്ച് പിടിച്ചിങ്ങനെ കയറുന്നു. ബിക്കോസ് ഫാമിലി ഓഡിയൻസ് ഇപ്പോൾ എക്സാംസ് ഉണ്ട്. ആൻഡ് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ഫാമിലി ഓഡിയൻസ് ഉണ്ട്. ഇപ്പോൾ കുറേ മുത്തശ്ശിമാരൊക്കെ സിനിമ കണ്ടു, അവർ അതിനെക്കുറിച്ച് ഇപ്പോൾ നിഖിലയോട് ഒരു അമ്മൂമ്മ ചോദിച്ചു എന്തിനാ എന്നെ ചെകിടത്തടിച്ച്, അങ്ങനെയൊക്കെ ഉണ്ടായി. സോ ഇറ്റ്സ് വെരി പേഴ്സണൽ. സോ എനിക്കറിയാം ദ കൈൻഡ് ഓഫ് ഓഡിയൻസ് നമ്മുടെ ഇത്തരം സിനിമകൾ കാണാനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ണി ഫാൻസ് ആണ് ബസ് പിടിച്ച് പോയത്. ഐ മീൻ ഉണ്ണി ഫാൻസ് ഫാമിലീസ് ആണ്. ഫാമിലീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെ ഇഷ്ടമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ സിനിമയ്ക്ക് കിട്ടുന്നത് ഞാൻ മാർക്കോ ഹിറ്റായപ്പോൾ ഞാൻ വിഷ്ണു മോഹനെയാണ് ആദ്യം വിളിച്ചത്. ഐ കോൾഡ് ഹിം ടു താങ്ക് ഹിം ബിക്കോസ് മൈപ്പടിയാൻ എന്ന സിനിമയുടെ ബേസിലാണ് ബാക്കിയെല്ലാം സംഭവിച്ചത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് 2014 തൊട്ട് എനിക്ക് ഭയങ്കര ലൽ പീരീഡ് ആയിരുന്നു. ലൈക്ക് ഒരു ഹീറോ കാറ്റഗറിയിൽ നിന്ന് ഞാൻ സെക്കൻഡ് ഹീറോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സൈഡ് കിക്ക്, ഈവൻ ക്ലാപ്പ് അടിക്കാൻ വരെ ഞാൻ ചില കുഞ്ഞു കുഞ്ഞു റോൾസ് ചെയ്തു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ. അങ്ങനെ അപ്പോൾ ബേസിക്കലി ഒരു ഹീറോ സ്പേസിൽ നിന്ന് മലയാള സിനിമയിൽ നിന്ന് പോയ ആളാണ് ഞാൻ. പിന്നെ വില്ലൻ കാറ്റഗറിയിലേക്ക് പോയി. അതിൽ നിന്ന് 2018 തൊട്ട് എടുത്ത തീരുമാനമാണ് നമ്മുടേതായ സിനിമകൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെ. അപ്പോൾ അതിൽ എനിക്കൊരു സ്റ്റാർട്ടപ്പ് തന്നത് മേപ്പടിയാനാണ്. മല്ലു സിംഗും അതൊക്കെ കണ്ട ഒരു ഓഡിയൻസിന് ഇവനിപ്പോഴും ഉണ്ടല്ലോ എന്ന് ഒരു തോന്നലുണ്ടാക്കി തന്നെ. അപ്പോൾ ഞാൻ മാർക്കോ ഹിറ്റ് അടിച്ചപ്പോൾ ഫസ്റ്റ് വിളിച്ചത് അവനെയാണ്. ഐ നോ വാട്ട് ദ ബേസിസ്. പിന്നെ ഒരു പ്ലാൻ ഇട്ടു.
അത് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരാൻ പോകുന്ന സിനിമകൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തു. ഇപ്പോൾ മാർക്കോ ഹിറ്റായി അല്ലെങ്കിൽ ഗെറ്റ്സ് എ ബേബി ഹിറ്റായതിൻ്റെ പേരിൽ പുതിയതൊന്നുമില്ല. പുതിയത് പ്ലാനിലുള്ളതാണ്. പ്ലാൻ അങ്ങ് ഫോളോ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പ്ലാൻ പറയാൻ പാടില്ലെന്നാണ്. എന്നാലും വാട്ട് ഈസ് എ പ്ലാൻ എന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദൻ്റെ പ്ലാൻ എന്താ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ചെയ്യുക. അതാണ് എനിക്ക് കണക്ട് ആവുന്ന കഥകളാണ് മെയിനായിട്ട്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു എ റേറ്റഡ് ഗോറി പടമാണ് എനിക്കിഷ്ടമാണ്. ഇതുപോലൊരു സർട്ടിഫൈഡ് ആയ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സിനിമയുടെ ഒരു ജോണറിനോടും എനിക്ക് അമിതമായ ഇഷ്ടമൊന്നുമില്ല. ബിക്കോസ് എനിക്ക് 6 വർഷം 7 വർഷം ആക്ഷൻ ഇല്ലാതെ കരിയർ കൊണ്ടുപോകാനും അറിയാം. ഒരു ഒറ്റ ആക്ഷൻ പടം കൊണ്ട് നമുക്ക് ആക്ഷൻ ഹീറോ ആവാനും സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ഐ ഫീൽ ടീം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനൊരു വിഷൻ ഉണ്ടാവാൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അത് ഏത് കരിയറിലാണെങ്കിലും തുടക്കത്തിൽ അത് ഉണ്ടായില്ല പല കാരണങ്ങൾ കൊണ്ട്. ഇപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടാണ്. ലൈക്ക് ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഇതിൽ ടൊവിനോടെ കിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനത് ഇത് ലേറ്റ്. സോ ആക്ച്വലി ടൊവിയുടെ ഇത് പടമായിരുന്നു. ടൊവിയുടെ ആക്ടിങ് ആയിട്ട് നടികർ. അതിൽ അവൻ ടൊവി എനിക്കൊരു സാധനം അയച്ചു. എടാ നിൻ്റെ എന്തോ ഇൻസ്റ്റാഗ്രാമിൻ്റെ എന്തോ ഉണ്ണിച്ചേട്ടനെ പോലെ എന്തോ ചെയ്യുന്നപ്പോൾ ഞാൻ പറയുന്ന വെയിറ്റ് ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞു ടൊവിയുടെ ഒരു സാധനം ആഡ് ചെയ്ത് ഇതിൽ. അങ്ങനെയാണത്. അവൻ എനിക്ക് ഇത് അയച്ചെന്നോ ഞാൻ പറയാം എൻ്റെ പടത്തിൽ സാധനം ഉണ്ട്, ഞാൻ ഇത് വെച്ചോട്ടെ. അപ്പോൾ സംസാരിക്കും. ഐ തിങ്ക് കൊളാബാണത് അല്ലേ? ഐ മീൻ എല്ലാവരും ഉണ്ട്. എനിക്ക് എല്ലാവരുമായിട്ട് അങ്ങനെ ഭയങ്കര കോണ്ടാക്ട് ഒന്നുമില്ല. ടൊവിയായിട്ട് ഉണ്ട് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട്. ഇപ്പോൾ ആക്ച്വലി സ്റ്റൈലിലൊക്കെ ടൊവിയുടെ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന സമയത്തും ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് അവനൊരു നല്ലൊരു കരിയർ ഉണ്ടാവും. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഈസ്. എനിക്ക് തോന്നുന്നു എന്നെ പോലെയൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സിനിമ അല്ലാതെ സിനിമ എങ്ങനെ ആയിരിക്കണം അവൻ്റെ വിഷൻ. ഇറ്റ്സ് വെരി ഹാർഡ് വർക്കിംഗ്. അപ്പോൾ ARM ഒക്കെ ചെയ്യുമ്പോൾ തന്നെ വലിയ സിനിമകളല്ലേ. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന നരിവേട്ട, അവൻ്റെ ഐഡൻറ്റിറ്റി, ഈസ് പുട്ടിങ് എ ലോട്ട് ഓഫ് എഫേർട്ട്. സെയിം വിഷൻ ഷെയർ ചെയ്യുന്ന കണ്ടംപററി ആക്ടേഴ്സ് എന്ന് പറയാൻ പറ്റുമോ? അത് എനിക്കൊന്ന് വിഷൻ ഇത്രയേ ഉള്ളൂ, മേക്ക് ഗുഡ് ഫിലിംസ്. ഓക്കെ, അതാണ് എനിക്ക് തോന്നുന്നു. വേറൊരു പ്ലാനൊന്നുമില്ല. റൂട്ട് വേറെ ആയിരിക്കും, പക്ഷെ എത്തിപ്പെടാൻ പോകുന്ന സ്ഥലം ഒന്നാണ്. ഞാൻ പറയാറുണ്ട് ആ വഴി ഇപ്പോൾ ഞാൻ വഴി അങ്ങനെ അവിടെ വെച്ച് കാണാം. നിങ്ങൾ ഡിസ്കസ് ചെയ്യോ? ഇത് ഇതല്ലേ കലീഗ്സ് ചില സമയത്ത് പറയും. ഞങ്ങളിങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അവന് മാർക്കോ ഇങ്ങനെ ഹിറ്റായപ്പോൾ ഹി വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ഗൈസ് ടു കോൾ മീ. വി ഡിസ്കസ്. ഞങ്ങൾ രാത്രി മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര സന്തോഷമുണ്ടായി. സോ ഇറ്റ്സ് ഗ്രേറ്റ് ആക്ച്വലി. സൂപ്പർ. അപ്പം ടൊവിക്ക് താങ്ക് യു വെച്ചിട്ടുണ്ട്. ടൊവി ഡാർലിംഗ് എന്നാണ് വെച്ചേക്കാം. ടൊവി ഡാർലിംഗ് അല്ലേ? ഡാർലിംഗ് ആണ്. ഈസ് ഗുഡ്. എന്നെ പോലെ ഒന്നുമില്ല. ഈസ് സ്റ്റിൽ മോർ റിലാക്സ്ഡ് ആണ്. ഞാൻ കുറച്ചും കൂടി എന്താ പറയുക അപ്രോച്ച് ടു ലൈഫ് ആൻഡ് സിനിമ സീരിയസ് എന്ന് പറയുമ്പോൾ അവന് കുറച്ചും കൂടി പ്ലേഫുള്ളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കത് പറ്റുന്നില്ല. അതാ പറയാം, രണ്ട് രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, നമ്മൾ ലൈഫ് ബിഫോർ മാർക്കോ ലൈഫ് ആഫ്റ്റർ മാർക്കോ എടുക്കുകയാണെങ്കിൽ നോ ചേഞ്ച്. എനിക്കറിയാം, പക്ഷേ വരുന്ന സിനിമകളിൽ മാറ്റമുണ്ടോ? ഇല്ല പറഞ്ഞു, അതാ പറഞ്ഞില്ല. ഞാൻ എനിക്കങ്ങനെ ഇമ്മീഡിയറ്റ് മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ലേ. എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് നല്ല സിനിമകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ മാർക്കോ ഉണ്ടാക്കിയ ചേഞ്ച് ഒരു 3 വർഷം ഒക്കെ ഗ്യാപ്പിലാണ് ഫീൽ ചെയ്യുക. ആക്ച്വലി ഇമ്മീഡിയറ്റ് ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് ഞാൻ മാർക്കോ ഹിറ്റായതുകൊണ്ട് ലൈഫിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നില്ല. പ്ലാൻസിൽ മാറ്റമുണ്ടോ? ഇല്ല, നോ ചേഞ്ച് ആക്ച്വലി. ബട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ എനിക്ക് ഒരു സ്ട്രേറ്റ് ഹിന്ദി മൂവിയുടെ ഒക്കെ പോസിബിലിറ്റീസ് ഓപ്പൺ ആയിട്ടുണ്ട്. അത് എൻ്റെ നമ്മുടെ പ്ലാൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാൻ മതി എന്ന രീതിയിലാണ് സൈഡിൽ വെച്ചേക്കണേ. ആൻഡ് മറ്റ് ഇൻഡസ്ട്രിയിൽ നമുക്കൊരു റീച്ചുണ്ട്. ഒരുപാട് ആക്ടേഴ്സ് റീച്ച് ഔട്ട് ചെയ്തു, സംസാരിച്ചു. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഓക്കെ, അതർ ഇൻഡസ്ട്രി റെസ്പോൺസ് എങ്ങനെയാണ് ഉണ്ടെങ്കിൽ? മാസീവ് അല്ലേ? മാസീവ് ഭയങ്കര. നമ്മളിതുവരെ വിളിക്കാത്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു സ്പേസിൽ എത്തിപ്പെടാൻ സാധിച്ചു. അതും ഒരു ആക്ഷൻ സിനിമ കൊണ്ട് തന്നെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഇവിടെ ഒരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ഈ നന്മ പടം അല്ലെങ്കിൽ സോ കോൾ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സിനിമ ചെയ്താൽ മാത്രമേ ക്രിട്ടിക്കൽ സ്പേസിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടം കൊണ്ട് തന്നെ നമുക്കിത് എല്ലാം സാധിച്ചു എന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ്. ബിക്കോസ് ഈ ഒരു പോയിന്റിൽ ഉണ്ണിയെ കൊണ്ട് ആക്ഷൻ മാത്രമേ പറ്റുള്ളൂ എന്ന് എനിക്കൊരു ബാധ്യതയായിട്ടുണ്ടായിരുന്നു. ആക്ഷൻ ബാധ്യതയായിട്ടുണ്ടായിരുന്നു. പിന്നീട് ആക്ഷനെ ഒഴിവാക്കിയത് 6-7 years ഐ ഡിഡ്ന്റ് ഡു ആക്ഷൻ. അപ്പോൾ അതൊരു വാസ് ജസ്റ്റ് ടു ടെൽ എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇത് ആക്ഷൻ ഇല്ലാതെയും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സിനിമകൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ.
ഓൾ ഗുഡ്. ഇപ്പോൾ അങ്ങനെ ഭയങ്കര ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഇതെല്ലാം ഒരു പാർട്ട് ഓഫ് എന്താ പറയുക ലൈഫ് പ്രോസസ്സായിട്ടാണ്. ഈ പാർട്ട് ഓഫ് പ്ലാനിൽ ഇനി ആക്ഷൻ മൂവീസ് മാത്രമാണോ അതോ ഫാമിലി മൂവീസ് ഉണ്ടോ? കുറച്ച് അങ്ങോട്ട് ആക്ഷൻ ഡോമിനേറ്റഡ് ആയിരിക്കും. ആണോ? അത് നേരത്തെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തതാണോ അത് മാർക്കോയ്ക്ക് ശേഷം 5 പടം ഫാമിലി ആയിരുന്നു. ഇനി പിന്നെ മാർക്കോയുടെ പെർഫോമൻസ് അനുസരിച്ച് ഇന്നതൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ മാർക്കോ ഇത്രയും ചെയ്തപ്പോൾ ഇപ്പോൾ മാർക്കോ സീരീസ് ഉണ്ട്, അതേപോലെ തന്നെ ഗന്ധർവയുടെ സീരീസ് ഉണ്ടാവും. എൻ്റെ ആഗ്രഹം എനിക്ക് ഒരു തവണ കൂടി ഒരു പിന്നുണ്ട്. ഇനി ഞാൻ പറയാം, there are a lot of things actually. ഞാൻ ചില സ്റ്റേറ്റ്മെന്റ്സ് പറയും, അതിൽ യെസ് ഓർ നോ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. എൻ്റെ കണ്ടംപററി ആക്ടേഴ്സ്, എൻ്റെ കൊലീഗ്സ് ചിലർ ആക്ഷൻ മൂവീസ് ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും ആക്ഷൻ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. യെസ് ഓർ നോ? ആണോ? അത് ആരായിരുന്നു? എല്ലാ ആക്ഷൻ പടങ്ങളും ഞാനിപ്പോൾ ആക്ഷൻ ചെയ്യാത്ത സമയത്ത് വന്ന ആക്ഷൻ സിനിമകളെല്ലാം ഹിറ്റായി വരുമ്പോൾ, ഹിറ്റുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ഷൻ ചെയ്തുകൂടെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് നമ്മുടെ കൊച്ചു പടങ്ങൾ ചെയ്ത് പോവാം, സമയം വരുമ്പോൾ ആക്ഷൻ ചെയ്യാം അങ്ങനെ. ബട്ട് ഇറ്റ് ഡിഡ് ട്രിഗർ മീ ആക്ച്വലി. ടോവി ആണോ പെപ്പയുടെ ആണോ അങ്ങനത്തെ RDX അങ്ങനത്തെ പടങ്ങൾ? എല്ലാ സിനിമകളും. ഇപ്പോൾ RDX ഹിറ്റായിട്ടുണ്ടായിരുന്നു, തല്ലുമാല ഹിറ്റായിട്ടുണ്ടായിരുന്നു, പിന്നെ ഏതാ പൃഥ്വിയുടെ കടുവ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരെല്ലാവരും, ഇപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ പടങ്ങൾ വിജയം. പിന്നെ KGF, ലിയോ അങ്ങനത്തെ സിനിമകളൊക്കെ കേരളത്തിൽ പെർഫോം ചെയ്തത് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. ദാറ്റ് ഈസ് ഇവിടുത്തെ ക്രൗഡ് റെഡിയാണ് നമ്മൾ. അപ്പോൾ ഇതിനെക്കാട്ട് ഈ സിനിമകളെക്കാട്ടും കുറച്ചും കൂടി എക്സ്റ്റെൻസീവ് ആക്ഷൻ ഡോമിനേറ്റഡ് മൂവി ഞാൻ ചെയ്തു. സൂപ്പർ. നമ്മുടെ ഇന്റർവ്യൂവിലാണ് മിക്കായലിന്റെ സ്പിൻ ഓഫ് വരുന്നുണ്ട്, മാർക്കോ എന്ന് ഉണ്ണി പറയുന്നത്, അത് വൈറലാവുന്നത്. മാർക്കോ 2 ഉണ്ടോ? മാർക്കോ 2 ഉണ്ട് അല്ലേ? പക്ഷെ എപ്പോഴെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബിക്കോസ് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടല്ലോ, അപ്പോൾ ആ സിനിമകൾ കുറച്ച് സമയം എടുക്കും ചെയ്തെടുക്കാൻ. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്, ഹനീഫിനും ഉണ്ട്, ആൻഡ് ഷരീഫിനും ഞാൻ ഏറ്റവും വെരി എക്സൈറ്റഡ്. അപ്പോൾ പ്രൊഡ്യൂസർ. ഓക്കെ. അപ്പോൾ വിക്രം സാർ ഉണ്ടെന്ന് കേൾക്കുന്നതിൽ അങ്ങനെ മാർക്കോയിലില്ല. ലെറ്റ് മീ ബി വെരി ക്ലിയർ. മാർക്കോ എന്ന സിനിമയിൽ പുള്ളിയുടെ സ്റ്റേച്ചറിനെയൊക്കെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോവും. ടു ബിഗ് എ സ്റ്റാർ. അപ്പോൾ മാർക്കോ സീരീസിൽ പറയാനില്ല, മാർക്കോ സിനിമയിൽ ഉണ്ടാവില്ല. വേറെ എന്താണ് ടോക്സ് മുന്നോട്ട് പോകണേ? ശരി. ഉണ്ണി പറഞ്ഞിട്ടുണ്ട് സ്റ്റാർ ആയാൽ നല്ല സിനിമ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി. എങ്ങനെയത്? സ്റ്റാർ ആയി കഴിഞ്ഞാൽ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്, ഒരു ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും സപ്പോർട്ട് സിസ്റ്റം വൈസ് ആണെങ്കിലും. അപ്പോൾ ഒരു വലിയ പടം ചെയ്തിട്ട് നമുക്കൊരു ചെറിയ സിനിമയെ ഫെലിസിറ്റേറ്റ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി സ്മൂത്തായിട്ട്. ചിലപ്പോൾ ബിസിനസ്സിനെയും ഗുണം ചെയ്യും, സപ്പോർട്ട് ഇൻ ടേംസ് ഓഫ് ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടൊരു സ്റ്റാർ ആവുക എന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തെറ്റൊന്നുമില്ല. ഈ ഫീൽഡിൽ വന്ന് അങ്ങനത്തെ ഒരു ആസ്പിറേഷൻ വെക്കുന്നതിലും തെറ്റില്ല. ബിക്കോസ് ഇതിന് മുന്നേ സ്റ്റാർസ് ഉണ്ടായത് കൊണ്ടല്ലേ. സോ യു ഓൾവേസ് ലുക്ക് അപ്പ് ടു യുവർ പിയേഴ്സ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലൊരു സ്റ്റാർ ഉണ്ടെങ്കിൽ അവരെ പോലെ ആവാൻ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടതെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാനും പ്രൊവൈഡ് ചെയ്യാനും പ്രൊവൈഡ് ചെയ്യും. ചിലപ്പോൾ അതിൽ നമുക്ക് അഭിനയിക്കേണ്ടതല്ല, പക്ഷെ നമുക്കൊരു നല്ല പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഫെലിസിറ്റേറ്റ് ചെയ്യാൻ പറ്റും, ഒരു നല്ല സിനിമയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അവിടെ നിന്നാണല്ലോ, അങ്ങനെയാണല്ലോ ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ടാണല്ലോ എല്ലാവരും മുന്നോട്ട് പോവുക. അങ്ങനെ ഡയറക്ടർ ഹനീഫ്, പ്രൊഡ്യൂസർ ഷെരീഫ്, പിന്നെ ഉണ്ണി, നിങ്ങളെല്ലാവരും ഇരുന്ന് പ്ലാൻ ചെയ്യുന്നു മാർക്കോയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ മാർക്കോ സ്കെയിലപ്പ് ആവുന്നത് ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് ഈ ലെവലിലേക്ക്? ആക്ച്വലി അത് ജെന്യുവിൻലി ഷെരീഫിൻ്റെ ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ഉണ്ടായില്ല. ബിക്കോസ് എൻ്റെ ഒരു വിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഹനീഫ് എൻ്റെ അടുത്ത് വേറൊരു കഥയാണ് പറഞ്ഞത്. ഓക്കെ. എനിക്കാണ് മാർക്കോ ചെയ്യണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു. പിന്നെ ഡെഫിനറ്റ്ലി മാർക്കോ ചെയ്യാം. എങ്ങനെ ചെയ്യാമെന്ന് ഒരു തീരുമാനം വരുമ്പോൾ ഈ ലുക്ക് ആൻഡ് ഫീലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അതിനൊരു എക്സ്പെൻസ് ഉണ്ട്. പിന്നെ ഒരു പോയിന്റിൽ നമ്മൾ ആരും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്തൊരു ഏരിയയിലേക്കാണ് നമ്മളെല്ലാവരും പോയത്. അപ്പോൾ എനി ഗിവൻ പോയിന്റ് ഓഫ് ടൈം ഷെരീഫിനോട് എനിക്കുള്ള റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഹി ഡിൻ ഗീവ് അപ്പ് ഓൺ ദ ഫിൽ. അത് എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് വ്യക്തിപരമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കതൊരു ബേർഡനായി മാറി അവസാനം. ഇത് ഒരാൾ ബ്ലൈൻഡ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസാണ്. ഈസ് ലൈക്ക് എ ബ്രദർ ടു മീ. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് മൊമെൻറ്റ് വരുന്നത് ഐ തിങ്ക് എൻ്റെ എനർജീസ് ഇത്രയും കൂടുതൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്കങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല. ജസ്റ്റ് ഡ്രെയിൻ മീ ഔട്ട്. ബട്ട് അതിൻ്റെ സക്സസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഷെരീഫിനെ പോലെ ഒരു വിഷനറി പ്രൊഡ്യൂസറാണ് മലയാള സിനിമയിൽ ഇപ്പം നിൽക്കുന്നത്. ഷെരീഫിൻ്റെ അടുത്ത ഒരുപാട് പടങ്ങളുണ്ട്. ഐ നോ വാട്ട് ഈസ് തിങ്കിങ്. പുള്ളിക്കാരന് എത്രത്തോളം മലയാള സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇൻ ടേംസ് ഓഫ് ഒരു വെറും പ്രൊഡ്യൂസർ അല്ല കേട്ടോ. ഈസ് വെരി ഷാർപ്പ് ഇൻ ടേംസ് ഓഫ് സിനിമ നന്നാക്കാൻ വേണ്ടി ഒരുപാട് റിസ്കി തീരുമാനങ്ങൾ എടുക്കാൻ റെഡിയാവും.
ഞങ്ങൾ മാർക്കോ മാത്രമല്ല ഇനിയും ചെയ്യാൻ പോകുന്ന എൻ്റെ കുറേ വലിയ സിനിമകൾ ചിലപ്പോൾ ഷരീഫിലൂടെ അല്ലെങ്കിൽ ഷരീഫും ഞാനും ഒരുമിച്ചപ്പോൾ ഇതിൽ UMF ഉണ്ട്, അങ്ങനെ കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്നെ മാത്രമല്ല, അപ്പോൾ ഷരീഫിന് ഞാൻ പറയുന്നത് ഡോണ്ട് ഗെറ്റ് സ്റ്റിക്ക് ടു ഒരു മാർക്കോ അല്ലെങ്കിൽ ഉണ്ണി മൂന്നൻ. ഇപ്പോൾ ഒരു പടം അനൗൺസ് ചെയ്തിട്ട് പെപ്പേനെ വെച്ചിട്ട് ദേ ആർ ഓൾസോ ഫ്രണ്ട്സ്. സോ ഐ വിഷ് ഹിം ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഈ മാർക്കോനെ വലുതാക്കിയ എന്താണ് ഉണ്ണി മൂന്നിൻ്റെ അഭിപ്രായത്തിൽ? മാർക്കോനെ വലുതാക്കിയത് ലുക്ക് ആൻഡ് ഫീൽ മൊത്തത്തിൽ അതിൻ്റെ ഒരു ഹൈപ്പ് അകൈൻ നമ്മൾ ജനറേറ്റ് ചെയ്തതല്ല, ഓഡിയൻസിന് അത് തോന്നി ഈ സിനിമയ്ക്ക് ഒരു എന്തോ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആക്ഷൻ ചെയ്യുന്നു എന്നൊരു ഫാക്ടർ, ആക്ഷൻ ഇഷ്ടപ്പെടുന്ന എന്നെ ആക്ഷൻ സിനിമകളിൽ കാണാൻ ആഗ്രഹിച്ച ഒരു വലിയ ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയൊന്നും ഇത്രയും വയലൻ്റ് ആയിട്ടൊരു ഹീറോനെ ഈ അടുത്തായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പം അതും ആ പുതുമകളാണ് ഇതിനെ. പിന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി, ഫൈറ്റ്സ്, അതിൽ സ്ക്രീൻ പ്ലേയുടെ ഒരു ബ്രില്യൻസ്, എനിക്ക് അതൊക്കെ തോന്നുന്നു. ഉണ്ണിയുടെ 5 ബെസ്റ്റ് ആക്ഷൻ മൂവീസ് പറയാൻ പറഞ്ഞ ഒരു ആസ് ആൻ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ആള്? മാർക്കോ, പിന്നെ സ്റ്റൈൽ. ഓക്കെ. എനിക്ക് മല്ലു സിംഗിൻ്റെ ആക്ഷൻ ഇഷ്ടമാണ്. അത് മഴയത്തുള്ള ഫൈറ്റ്, നോട്ട് ദി ഇതല്ല, മഴയത്തൊരു ഫൈറ്റ് ഉണ്ട്, അത് നല്ലതാണ്. പിന്നെ എനിക്ക് ഈ ഫൈറ്റ് ഇഷ്ടമാണ്, മാസ്റ്റർ പീസിൽ ഞാനൊരു നൈറ്റിലൊരു ഫൈറ്റ് ഉണ്ട്, അത് നീറ്റാണ്. പിന്നെ പാതിരാമണൽ സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് എനിക്കിഷ്ടമാണ്. അത് ഒരു വളരെ 90% ഞാൻ തന്നെ ചെയ്ത ഫൈറ്റാണ്. കൊറിയോഗ്രാഫ് ആണെങ്കിലും അതിൽ റോപ്പൊന്നുമില്ല. അത് ഭയങ്കര, അത് കണ്ടവരുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ പാതിരാമണയുടെ ക്ലൈമാക്സ് ഫൈറ്റ് അടിപൊളിയാണ്. സൂപ്പർ. ഉണ്ണി സജസ്റ്റ് ചെയ്യുന്ന, ആക്ഷൻ ഫാൻസിന് സജസ്റ്റ് ചെയ്യുന്ന 2 സിനിമകൾ ഉണ്ടെങ്കിൽ ഏതായിരിക്കും? യു ഷുഡ് വാച്ച് ദിസ് മൂവി. ഓക്കെ, റോക്കി സീരീസ് കണ്ടോളൂ. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഗുഡ് ആക്ച്വലി, ഐ ലവ് ഇറ്റ്. പിന്നെ റോക്കി 1, 2, 3 അങ്ങനെ മൂവി 4 വരെയൊക്കെ സൂപ്പറാണ്. 4 വരെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. സ്കാർഫേസ് കാണാം, ഗോഡ് ഫാദർ അല്ല, സ്കാർഫേസ്. മാർക്കോയില് ഒരുപാട് എനിക്ക് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സ് അൽ പച്ചിനോ. സ്കാർഫേസ് ഞാൻ കുറെ ഒരു ഈ പടം ഒരു ഇൻസ്പയർഡ് എന്ന് പറയാം. നമുക്ക് ഇഷ്ടമുള്ള സിനിമകളുടെ നമ്മുടെ ഒരു വേർഷനായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കാർഫേസിൽ ഡയലോഗ്സ്, ചീക്കോ ദി ഐസ് ദേ ഡോണ്ട് ലൈ എന്ന് പറയുന്ന കുറേ എനിക്ക് അൽ പച്ചിനോ സിനിമകളാണ് കൂടുതലും ഇഷ്ടം. പിന്നെ സിൽവസ്റ്റർ സ്റ്റാലോണിനെ ആസ് എ ഡയറക്ടർ, റൈറ്റർ ഇഷ്ടമാണ്. അങ്ങനെയുണ്ട്. പിന്നെ ഐ ലൈക്ക് മെൽ ഗിബ്സൺ മൂവീസ്, മെൽ ഗിബ്സൻ്റെ അങ്ങനെ കുറേ ഉണ്ട്. സിനിമയിൽ പ്ലാൻ വേണം എന്നുണ്ടെങ്കിൽ തോന്നിയ മൊമെൻറ്റ്? കോവിഡ് സമയത്ത്, കോവിഡ് ഉണ്ടായപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് പോകുന്ന കാര്യങ്ങളും ഇൻഡസ്ട്രി മൊത്തത്തിൽ ഒന്ന് ഷട്ട് ഡൗൺ ആയപ്പോൾ കരിയർ മൊത്തത്തിലൊന്ന് ഓടിച്ചു നോക്കി മനസ്സിൽ തന്നെ. പിന്നെ റിയലൈസ്ഡ് ഞാനിങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ പോകുന്ന പോലെ ഉണ്ടായി. പിന്നെ കുറച്ച് റിസ്ക് എടുത്താലേ എനിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്ന് ഒരു ജെനുവിൻ, ഒരു ഓണസ്റ്റ് ആൻസർ. നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇതിന് ഉത്തരം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ലൈഫിൽ ഇപ്പോൾ യു ആർ ഗോയിങ് ത്രൂ എനി പ്രോബ്ലം, ആ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. അത് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉത്തരമായിരിക്കും. ഈ ഹാർഷ് റിയാലിറ്റി എന്ന് പറയില്ലേ, അത് അക്സെപ്റ്റ് ചെയ്യണം. ആ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൂപ്പർ. സോ അത് വന്നപ്പോഴാണ് ഒരു നല്ല സിനിമ ചെയ്താൽ നിൻ്റെ പ്രശ്നം തീരും എന്നൊരു ഉത്തരം കിട്ടി. അപ്പോൾ ഇനി സിനിമ ചെയ്യാൻ എന്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ല കഥ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു സ്കൗട്ട് ഇറ്റ്. അപ്പോൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ വായിച്ചു. സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയപ്പോൾ ഇനി ഒരു ഡയറക്ടറും കിട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, പ്രൊഡ്യൂസർ വേണം. പ്രൊഡ്യൂസർ വന്നപ്പോൾ 4 പേര് മാറിപ്പോയി. പല റീസൺ, XYZ റീസൺ, ഓണസ്റ്റ് റീസൺ, XYZ. അങ്ങനെ പ്രൊഡ്യൂസർ ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ പടം ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട് പ്ലഡ്ജ് ചെയ്യുക, ഫണ്ട് റൈസ് ചെയ്യുക. സോ ഞാൻ തന്നെ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരങ്ങൾ കിട്ടാൻ തുടങ്ങി. ആൻഡ് തിങ്സ് വെരി ഈസി. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ മോസ്റ്റ് ഓഫ് ദാറ്റ് തിങ് ഐ നോ, അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ലൈക്ക് ഭയങ്കര ഹാർഷ് റിയാലിറ്റി വരിക. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല ധാരണയുണ്ടല്ലോ. പക്ഷേ എന്നാലും അത് ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് സക്സസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ലൈക്ക് ടു സ്റ്റിക്ക് ഓൺ ടു ഇറ്റ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിൽ നിന്നാണ് ഉണ്ണി പ്ലാൻ പണി തിരിച്ചു വന്നതെന്ന് പറയാൻ പറ്റുന്ന പ്ലാൻ തന്നെ. സൂപ്പർ. ആ പടമായിരുന്നു മേപ്പടിയാൻ. അടിപൊളി. പടം വർക്കായില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ടേക്ക് ബാക്ക് ഉണ്ടാവുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ബാക്കില്ല, പിന്നെ ഗോ ബാക്ക് ആയിരുന്നു എനിക്ക്. ഇന്ന് ടേക്ക് ബാക്ക്. അങ്ങനെ ടേക്ക് ബാക്ക് എന്തെങ്കിലും കിട്ടിയ ഒരു ടേക്ക് ബാക്ക് ഉണ്ണിയോട് ചോദിച്ചാൽ പറയാൻ ഓർമ്മയുണ്ടോ?
ടേക്ക് ബാക്സ് ബേസിക്കലി സിനിമ ഒരു ആർട്ട് മാത്രമല്ല, ഒരു ബിസിനസ്സാണ്. ഫസ്റ്റ് ഒരു ബിസിനസ്, അതിലൊരു പ്ലാൻ ഉണ്ടാവണം. ബിസിനസ് ആർട്ടിനെ കില്ല് ചെയ്യാതെ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഇപ്പം എന്നിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ഭയങ്കര പ്രൊഡ്യൂസർ സ്വഭാവമുള്ള ഒരാളൊന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ജയ് ഗണേഷിൻ്റെ റിലീസ് ഡേറ്റ് ഞാൻ മാറ്റിയേനെ. സിമ്പിളാണ്. ഞാൻ എന്തിനാണിത് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് എന്നിൽ നടൻ സർവൈവ് ചെയ്യുന്നുണ്ട്. എനിക്കത് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് കോംപ്രമൈസ് ഓൺ കംപ്ലീറ്റ്. അതെ. അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഒരു പ്ലാൻ ബി ഇല്ല എന്ന് പറയാം. ഓക്കെ, ഒറ്റ പ്ലാനേ ഉള്ളൂ, അത് ഫോളോ ചെയ്യാം. കൊളാബുകളുടെ കാലമാണിത്. ഉണ്ണി ഒരു ആക്ഷൻ പടത്തിൽ ഒരു കോ സ്റ്റാർ അല്ലെങ്കിൽ ഒരു കോ ആക്ടറായിട്ട് കൊളാബ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാരായിരിക്കും? ഞാനും ആന്റണിക്കും ചെയ്യാം. പെപ്പയാ. പിന്നെ ടോവി ഉണ്ട്, പൃഥ്വി ഉണ്ട്, നിവിൻ ഉണ്ട്. നിവിന് ഭയങ്കരമായിട്ട് ആക്ഷനൊക്കെ സൂട്ടാവുന്ന ഒരു ആക്ടറാണ്. ഓക്കെ, പെപ്പെ, പൃഥ്വി, ടൊവിനോ, നിവിൻ ഇവരായിട്ട് കൊളാബ് ചെയ്യാനാണ്. അല്ല, ഞാൻ ഇങ്ങോട്ട് കൊളാബില്ല, ഞാൻ അങ്ങോട്ട് കൊളാബ് ചെയ്യാൻ. ഈ പറഞ്ഞ 45 years വരെ ഉണ്ണി പ്ലാൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്ലാനിൽ ഇതുണ്ടോ? നടക്കേണ്ടതാണ്. ഇപ്പോഴത്തെ പ്ലാൻ, എൻ്റെ പ്ലാനുകളൊക്കെ നന്നായി വന്നാൽ പിന്നെ അത് സംഭവിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, ഈ പ്ലാനിൽ ഉണ്ണി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾ മാത്രമേ ഉണ്ണി ചെയ്യുള്ളൂ ഇനി? ഞാനിപ്പോൾ ഒരു തീരുമാനമാണ്. എനിക്ക് കൂടുതലും എനിക്ക് തോന്നുന്നു UMFൻ്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ എനിക്ക് നല്ലത്. ഓക്കെ, ക്വാളിറ്റി കൺട്രോൾ നമ്മൾ പ്രൊഡക്ഷൻ സൈഡിൽ ഇല്ലെങ്കിൽ പാടാ. ബിക്കോസ് നമ്മൾ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന കസേരയിൽ നമ്മൾ ഇരുന്നില്ലെങ്കിൽ ഈ സിനിമ സഫർ ചെയ്യും. അപ്പം അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. UMF ഇൻവോൾവ് ആയിരിക്കണം ചെയ്യുന്ന പടങ്ങൾ, അതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ശരി, അപ്പോൾ ഉണ്ണി ഷുഡ് ബി ആക്ടഡ് ഇൻ മാർവൽ മൂവീസ് എന്ന് നമ്മുടെ മാർക്കോടെ സ്റ്റണ്ട് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും പുള്ളി അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും? മേ ബി ഇവർ ഒരുപാട് ആക്ഷനൊക്കെ നോക്കുന്നുണ്ട്. മാർക്കോയില് എൻറ്റയർ ഫൈറ്റ് സീക്വൻസിൽ റിഹേഴ്സൽ ഉണ്ടായിട്ടില്ല. റിഹേഴ്സൽ ഇല്ലാതെയാണോ കൊറിയോഗ്രാഫി? ഞാനവിടെ രാവിലെ വരും, ആൻഡ് ഐ വിൽ ഡു ഇറ്റ് ആൻഡ് ഐ ലീവ്. നമ്മൾ ഒരു മാസം മുന്നേ പ്രാക്ടീസോ അല്ലെങ്കിൽ ഈവൻ സ്റ്റെയർകേസ് ഫൈറ്റ് ലൊക്കേഷൻ ലാസ്റ്റ് മൊമെന്റിൽ ചേഞ്ച് ആയതാ. അങ്ങനെ ഒരു സ്റ്റെയർകേസ് ആയിരുന്നില്ല അത്. അതൊരു വേറെ റോഡ് സൈഡ് ഒരു കോറിഡോർ, ഒരു കൺജഷൻ ഫീൽ ചെയ്യുന്ന സ്ഥലം. അത് കിട്ടാതെ വന്നപ്പോഴാണ് ലാസ്റ്റ് മൊമെന്റിൽ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫൈറ്റേഴ്സിനോട് ചോദിച്ചതാണ്, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഇറ്റ്സ് വെരി റിസ്കി. ഈ കാല് ട്വിസ്റ്റ് ആവാം, എല്ലാവരും ഷൂസും ആ ഡ്രസ്സ് അങ്ങനെയാണല്ലോ. ബട്ട് ദേ സൈഡ് ഓക്കെ, ഐ ഡിഡ് ഇറ്റ്. പിന്നെ ഒരു ഫൈറ്റും ഐ തിങ്ക് അതിൽ എല്ലാ ഫൈറ്റും ഇംപ്രോംപ്റ്റ് ആണ്. സോ എനിക്ക് എനിക്ക് തോന്നി കൊറിയോഗ്രാഫി എനിക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ലൈക്ക് ചിലർക്ക് ഡാൻസ് കിട്ടുമല്ലോ, അതേപോലെ എനിക്ക് ഫൈറ്റിൻ്റെ ഇതെല്ലാം കൊറിയോഗ്രാഫാണ്. ദർ ഇസ് നോ പഞ്ച് ദാറ്റ് ഹസ് ലാൻഡഡ് ഓൺ എനിബഡീസ് ഫേസ്. ഒരാൾക്കൊരു ഇഞ്ചുറി ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ പ്രയോറിറ്റി. ഞാൻ ഫൈറ്റ് പടം ചെയ്യുമ്പോൾ ആൾക്കാരെ ഇടിച്ച് നശിപ്പിച്ച്, ഇപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഞാൻ ഫൈറ്റ് ചെയ്തപ്പോൾ എൻ്റെ കൈ ഒടിഞ്ഞു, ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ ഐ പ്രേ എ ലോട്ട്. വേറെ ആർക്കും ഒന്നും പറ്റരുത്, എനിക്കും പറ്റരുത്, വേറെ ആർക്കും പറ്റരുത്. ബിക്കോസ് ഡാമേജ് ഭയങ്കര ഹ്യൂജാണ്. കരിയർ തന്നെ ഇല്ലാതായി പോകും. സോ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ മാക്സിമം ഫസ്റ്റ് ടേക്കിൽ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അതെ, ആക്ഷൻ കൊറിയോഗ്രാഫി പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. എനിക്ക് ഒരു കാര്യത്തിനോട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ അത് കുറച്ചും കൂടി സ്മൂത്ത് ആവും. ഇപ്പോൾ എനിക്ക് ഡാൻസും ഇഷ്ടമാണ്. നാച്ചുറലി അങ്ങനെ വലിയ മലയാളത്തിൽ തന്നെ അങ്ങനത്തെ സിനിമകൾ വരുന്നില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ മാറി മാറി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഡാൻസ്, ഇപ്പോൾ ഇതെല്ലാം മസിൽ റിഫ്ലെക്സാണ്. ലൈക്ക് ബോഡി അതിലേക്ക് ട്രെയിൻഡ് ആവണം. ഡാൻസിന് ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഈസിനെസ് ഫീൽ ചെയ്യാൻ. എനിക്ക് സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഈ ഇടിയും പിടിയും ഓട്ടമൊക്കെ കുറച്ചും കൂടി പെട്ടെന്ന് കിട്ടും. ആൾക്കാർക്ക് ഇങ്ങനെ ഞാൻ ശരിക്കും അടിക്കുകയാണോ കൺവിൻസിങ് ആയി മാറുന്നുണ്ട്. അതാണ് സ്റ്റെയർകേസ് ഫൈറ്റ് ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അത് പ്ലാനിലില്ലായിരുന്നു, ഇവൻച്വലി വന്നാണല്ലേ? സ്റ്റെയർകേസ് ഉണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ ഒരു ഫൈറ്റ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കം കണ്ടില്ല, ഒരു ചെറിയ ലോബിയിൽ തുടങ്ങും, എന്തായാലും ഇതിങ്ങനെ പതിയെ കയറും. അപ്പോൾ അത് മഴ പെയ്തു, നമ്മൾ വിചാരിച്ച ലൊക്കേഷൻ കിട്ടിയില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് ചെയ്യണം. അപ്പോൾ എൻറ്റയർ മാർക്കോ മൂവി റിഹേഴ്സ്ഡ് അല്ല. അതാണ് എനിക്കൊന്ന് കലയെ അങ്ങനെ പറഞ്ഞത്. ബിക്കോസ് നമുക്ക് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ സിനിമയിൽ ചെയ്യാത്ത എന്നാൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് വാട്ട് ഐ വോണ്ട് ടു ഡു നെക്സ്റ്റ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ കുറച്ച് ലൈക്ക് ഒരു ഡെയർ ഡെവിൽ സ്റ്റഫ് ഒക്കെ. ആക്ഷൻ സിനിമ കാണുമ്പോൾ ഇങ്ങനെ അഡ്രലിൻ അടിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഐ എം നോട്ട് ഹാപ്പി. ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് ചാടുന്ന പോലെ
അങ്ങനത്തെ സാധനങ്ങളാണ്. എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് സ്ട്രേഞ്ച്. ബട്ട് യാ അങ്ങനത്തെ കുറെ ത്രില്ലടിപ്പിക്കുന്ന സാധനങ്ങൾ. ടോം ക്രൂസിന്റെ പരിപാടികളാണ് ഉണ്ണിയുടെ മനസ്സിലുള്ളത്. ടോം ക്രൂസ് സിനിമകളിൽ ഉള്ള ആക്ഷൻ ഈസ് ടോപ്പ് നോച്ച്. ഐ മീൻ ഭയങ്കര സമ്മതിച്ചേ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും പ്ലാനിൽ വരുന്നുണ്ടോ? പ്ലാൻ എന്ന് വെച്ചാൽ സിനിമ കഥ ഉണ്ടായാൽ മതി. പിന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി നമുക്ക് ഇഷ്ടമുള്ളതും നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് അലൗ ചെയ്യുന്ന കാര്യത്തിലാണ്. അപ്പോൾ ബഡ്ജറ്റ് വലുതാക്കാൻ വലിയ പടം വേണം, വലിയ റിലീസ് വേണം, ആൻഡ് വലിയ ഹിറ്റുകൾ വേണം, സ്റ്റാർഡം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രൈമറിലി നമ്മളിപ്പോൾ സ്റ്റാറായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ സിനിമയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും, സിനിമയുടെ ക്വാളിറ്റിയിൽ. അതാണ് ഞാൻ ഈ സ്റ്റാർഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ ലൈഫിൽ മാറ്റങ്ങളോ വലിയ വണ്ടി മേടിക്കുന്നതോ അല്ലെങ്കിൽ ജാട കാണിക്കുന്നതോ അതൊന്നുമല്ല. ക്വാളിറ്റി ഓഫ് മൂവി വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ്. അത് ഇമ്പോർട്ടൻറ്റ്. പ്രൊഡ്യൂസർ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എത്ര വലുതാണ് മാർക്കോ ഫോർ ഉണ്ണി മുകുന്ദൻ? ബിഗ്ഗസ്റ്റ് വിത്ത് മാക്സ്, വെരി ബിഗ്. ഐ മീൻ കരിയർ ഡിഫൈനിങ് ആയിട്ട് പറയാം. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ചേഞ്ച് ഓവർ, അല്ലെങ്കിൽ ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ റിയാലിറ്റിയിലേക്ക് എത്തുമെന്ന് ഹോപ്പ് തന്ന സിനിമയാണ്. ഹോപ്പല്ല, അത് സെറ്റാണ്. ഈ സിനിമ കാരണം ഇനി അടുത്തത് ചെയ്തു ഒരു ഷിഫ്റ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സിനിമകൾ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഐ മീൻ ടു early ടു ടോക്ക്. ബട്ട് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഇഫ് ഐ ക്യാൻ പുൾ ഇറ്റ് ഓഫ്, ഐ മീൻ ദാറ്റ് ബി ഗ്രേറ്റ്. അതുകൊണ്ട് എനിക്ക് അധികം സിനിമകൾ ചെയ്യണം എന്നുള്ള സ്പേസ് ഒന്നും ഇല്ല. ഇപ്പോൾ ചെയ്യുന്നത് നല്ല സോളിഡ് സാധനങ്ങളാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ കുറച്ച് കുഞ്ഞു പടങ്ങളിപ്പോൾ എൻ്റെ ടൈം അതിലേക്ക് ഞാൻ കൊടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ സിനിമകൾ എടുക്കുമ്പോൾ വലിയ റിസ്ക്കാണ്. പിന്നെ ആ റിസ്കിൽ എനിക്കൊരു എന്തോ ഒരു കിക്ക് കിട്ടുന്നുണ്ട്. ഹിന്ദി ഓഡിയൻസിനെ എങ്ങനെയാണ് മാർക്കോ ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്ത് ടാപ്പ് ചെയ്ത്? ഐ തിങ്ക് ദ കൈൻഡ് ഓഫ് ആക്ഷൻ അത് ഇന്ത്യയിൽ തന്നെ ഒരു ഇൻഡസ്ട്രിയിലും അങ്ങനെ വന്നിട്ടില്ല. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ, എനിക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഫോളോ ചെയ്യുന്നുണ്ട് ഈ അതർ ലാംഗ്വേജ് മൂവീസും. അതൊക്കെ എനിക്ക് തോന്നിയില്ല ഇത് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ ഈ ഫൈറ്റുകളൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഇതെല്ലാം ഇൻസ്പയർഡ് ആണ്. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു പൈലറ്റ് ബാച്ചിൽ എപ്പോഴും ഒരു സ്വീകാര്യത കിട്ടും. പിന്നെന്താ ഭാഗ്യത്തിന് നമുക്ക് അവിടുത്തെ ഓഡിയൻസ് ഭയങ്കര റിസപ്റ്റീവ് ആയിരുന്നു. ഒരു പുതിയ നായകൻ്റെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് കാണാതെ ഇരുന്നില്ല. മെയിൻ അതാണ്. ഇത് ഏതാണെന്ന് ഒരു സിനിമ, മാർക്കോ, ഇംഗ്ലീഷ് പേരും എല്ലാം ഒട്ടും കണക്ട് ആവാത്ത സ്യൂട്ടും അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് കാണണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പടം അവിടെ വീണേനെ. പക്ഷേ ബിഗ്ഗസ്റ്റ്, ഐ തിങ്ക് 13-14 crores ആണ് കളക്ഷൻ. ബിഗ്ഗസ്റ്റ്, ഐ മീൻസ് ഹ്യൂജ്. ഇത് മറ്റ് സിനിമകളുടെ കളക്ഷൻ, നമ്മൾ കോടികളുടെ കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല, പീനറ്റ്സ് ആയിരിക്കും. പക്ഷേ ഇതിന് മുന്നേ വന്നൊരു മലയാള സിനിമ 35 ലക്ഷം രൂപയായിരുന്നു. സോ കളക്ട് ചെയ്ത് ദാറ്റ് വാസ് ദി ഹൈയസ്റ്റ് ബിഫോർ മാർക്കോ. അറൌണ്ട് 30-35 lakhs ഹിന്ദി ഓഡിയൻസിന് മുന്നേ വന്ന ഏത് പടമാണെങ്കിലും. ഡിഫറൻസ് ആണ് നമ്മുടെ ഒരു ക്യാച്ച്. അപ്പോൾ ഇനി അവിടുന്ന് നമുക്ക് നമ്മുടെ സിനിമകൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ആണെങ്കിലും ഒരുപാട് പേർക്ക് ഒരുപാട് നെഗറ്റീവ് പറയാനുണ്ട്. പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ബിക്കോസ് ഒരു ആർട്ട് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. ഞാൻ ബിസിനസ് ലെവലിൽ നോക്കുമ്പോൾ എനിക്ക് മലയാള സിനിമയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പീപ്പിൾ വിൽ ലവ് ഇറ്റ്. നമുക്കൊരു നന്മ പടം അല്ലെങ്കിൽ എപ്പോഴും ഗുഡ് മൂവീസ് ടാഗിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ആക്ഷനും ഇങ്ങനത്തെ സ്റ്റൈലിംഗ് ഒക്കെ ഇവിടുത്തെ ടെക്നീഷ്യൻസിനും പറ്റുന്ന കാര്യമാണെന്നാണ് തെളിയിച്ചത്. ബഡ്ജറ്റാണ് നമ്മുടെ എപ്പോഴും കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ഇനി ഒരു പതിയെ ഇപ്പോൾ മാർക്കോ ഒന്ന് വിജയിച്ചു. ഐ തിങ്ക് അടുത്ത് വരുന്ന സിനിമ ഡെഫിനറ്റ്ലി ഇതിന് മുകളിലൊരു ആക്ഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും ആൾക്കാർ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ദിസ് മച്ച്, വിച്ച് വിൽ ബ്രിങ് ഗുഡ് സീരിയസ് ഫിൽം മേക്കേഴ്സ്, സീരിയസ് പ്രൊഡ്യൂസേഴ്സ്. സീരിയസ്ലി ഇതൊരു ബിസിനസ് ആയതുകൊണ്ട് ഇത് ഫുൾ പ്രൂഫ് ബിസിനസ് ഒന്നുമല്ല. ഒരു ബിസിനസ്സും 100 രൂപ മുടക്കിയാൽ 100 രൂപ തിരിച്ചു കിട്ടുന്ന ബിസിനസ്. റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി ആ റിസ്ക് എൻജോയ് ചെയ്ത് അതിൽ നിന്നൊരു ക്രാഫ്റ്റ് കണ്ടെത്താനുള്ളൊരു സിനിമ. പിന്നെ റിസ്കുകൾ കൂടുമ്പോൾ പീപ്പിൾ വിൽ തിങ്ക് ഓഫ് വേസ് ടു റെഡ്യൂസ് ദ റിസ്ക്. അപ്പോൾ അങ്ങനത്തെ സീരിയസ് ആയിട്ട് സിനിമയെ സമീപിക്കുന്ന ആൾക്കാർ ഇനി സിനിമയിൽ കൂടുതൽ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേ ബി കുറച്ച് പടങ്ങൾ ഡൗൺ ആവും അല്ലെങ്കിൽ ഇല്ലാതെ ആവും. ബട്ട് ഒരു സീരിയസ് ഫിൽം മേക്കിംഗ് കുറച്ചും കൂടി ഡിഫൈൻഡായി മാറും. ഒരുപാട് ചുരുട്ട് വലിക്കേണ്ടി വന്നോ? മോർ ദാൻ. അത് ഭയങ്കര എക്സ്പെൻസീവ് സാധനം കൂടിയാണ്. അപ്പോൾ നമ്മളിത് ഓരോ കത്തിക്കുമ്പോൾ ബാക്കി വെക്കണേ. ബട്ട് എൻ്റെ ഇറ്റ് വാസ് ടു മച്ച്. സീനാവില്ല എത്രയും വലിച്ചു കഴിയുമ്പോൾ അല്ലേ? പിന്നെ ഒരു പോയിന്റിൽ അത് ഇങ്ങനെ
ടേസ്റ്റൊക്കെ പോയി അങ്ങ് വലിക്കുക എന്ന് മാത്രമാണ്. ചുരുട്ട് അഡിക്ഷൻ വന്ന പടം കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ അഡിക്ഷൻ ഒന്നുമില്ല. ബിക്കോസ് ഐ നോ വെരി വെൽ ഇത് എൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഈ ക്യാരക്ടറിന് ഭയങ്കരമായിട്ടൊരു ക്ലാരിറ്റി കിട്ടി. അതൊരു സ്റ്റീം എഞ്ചിൻ പോലെ ഞാൻ കണ്ടതൊരു ഞാനൊരു സ്റ്റീം എഞ്ചിനാണെന്ന രീതിയിലാണ് മനസ്സിലായത്. ഗെറ്റ് സെറ്റ് ബേബിയെ പറ്റിയ ഒരു ഫാൻ സിനിമ കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് ഉണ്ണിക്ക് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇതിന് ഉണ്ണിക്കുള്ള കമന്റ് ആണ് ഇനി പറയേണ്ടത്. ഉണ്ണിമോഹന്റെ സെലക്ഷൻ കൊള്ളാം. ഇങ്ങനെ എപ്പോഴും ഈ മസിൽ പിടിച്ചുള്ള പടം അല്ലാതെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉണ്ണിമോഹന് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. അല്ലാതെ മസിൽ പിടിച്ച് വൈറ്റും മാത്രം കൊണ്ട് കടന്നാൽ നടക്കില്ല. ഇത് കൊള്ളാം. ഉണ്ണി തന്നെ ഷെയർ ചെയ്തതാണ് മാർഗോയ്ക്ക് ശേഷം. ഇറ്റ്സ് ഗുഡ്. പക്ഷേ ആ ഫീഡ്ബാക്കിനൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയുന്ന കാര്യം. ഐ ഫീൽ പഴയ 4 പടം ഓർക്കാതെ പറയുന്നതാണ് ഒരു ഇമ്മീഡിയറ്റ് മെമ്മറി എന്നാണ്. ദാറ്റ് ഇസ് മാർക്കോ മെമ്മറിയാണ്, വിച്ച് ഇസ് വെരി ഷോർട്ട്. അപ്പോൾ ഞാൻ 7 വർഷം കഴിഞ്ഞാണ് മാർക്കോ ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ് പുള്ളിക്കാരൻ പറയാൻ വെച്ചത് ഒരു വെർസറ്റാലിറ്റി എപ്പോഴും നല്ലതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമ ചെയ്തത്. ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് ലിവ് മെമ്മറി എല്ലാവരും സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും. അപ്പോൾ ഫെയിലിയർ ചിലപ്പോൾ കൂടുതൽ പേര് ചിലപ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കും. സക്സസ്ഫുൾ കാര്യങ്ങൾ പോസിറ്റിവിറ്റി അധികം ഓർമ്മിപ്പിക്കാത്തൊരു കാലഘട്ടത്തിലാണ്. അപ്പം ഞാൻ മാർക്കോന്ന് വന്ന് പുറത്തിറങ്ങിയിട്ട് കാലം കുറയായി. എന്നെ സംബന്ധിച്ച് ഗെറ്റ് സെറ്റ് ബേബിയുടെ ഒരു ഇന്നസെൻസും അതിൻ്റെ ഒരു മെച്യൂരിറ്റി ഇൻ ടേംസ് ഓഫ് സബ്ജക്റ്റ്, പിന്നെ ആ സിനിമ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഏറ്റവും ഇപ്പോൾ ഈ ഫീഡ്ബാക്ക് ഒരു വേറെയാണ്. എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് തരുന്നൊരു ഫീഡ്ബാക്കാണ്. സിനിമയ്ക്കുള്ള ഫീഡ്ബാക്കൊന്നും ഇല്ല, സിനിമ നല്ലതാണോ ചീത്തയാണോ. എനിക്ക് എന്നെ ഭയങ്കര ടച്ചിങ് ആയ സംഭവം എന്ന് വെച്ചാൽ എങ്ങനെ ഈ സിനിമ നിങ്ങളെ ടച്ച് ചെയ്തു എന്നാണ്. ലൈക്ക് ഹൗ ഇറ്റ് മെയ്ഡ് യു ഫീൽ. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഒരു കുഞ്ഞൊരു അമ്മയോട് ചോദിക്കുകയാണ്, ഞാൻ വന്നപ്പോൾ വേദനിച്ചോ. വിച്ച് ഇസ് എ വെരി എന്താ പറയുക, ഇതിനെക്കാട്ടും ഒരു രീതിയിൽ എനിക്ക് ഈ സിനിമയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്തരം സിനിമകളും മാർക്കോ പോലത്തെ സിനിമയ്ക്ക് കിട്ടുന്ന സപ്പോർട്ടിനെ വലുതാക്കുന്നത് നിങ്ങൾ ഇങ്ങനത്തെ കുടുംബചിത്രങ്ങളും കാണുമ്പോഴാണ് നമുക്കും ഒരു മോട്ടിവേഷൻ. ഇപ്പോൾ ഇഫ് യു മാർക്കോ 100 കോടിയും ഇതൊരു 10 കോടിയിൽ നിൽക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്നാൽ ഒരു മാർക്കോ 2 മാർക്കോ 3 ആയിട്ട് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ ഒരു മാർക്കോ ചെയ്യേണ്ടി വരും. പിന്നെ ഒരു ഹിറ്റ് അടിച്ചിട്ട് അഗെയിൻ ഇങ്ങനത്തെ ഒരു ചെറിയ പടത്തിലേക്ക്, അല്ലെങ്കിൽ ചെറിയ സിനിമ ചെറുതല്ല, ഞാൻ പറയേണ്ടത് എപ്പോഴും ഐഡിയാസാണ് ചെറുതും വലുതാവുന്നത്. എന്നെ സംബന്ധിച്ച് മാർക്കോയുടെ ബജറ്റും ഗെറ്റ് സെറ്റ് ബേബിയുടെ ബജറ്റും ഭയങ്കര വ്യത്യാസമുണ്ട്. ബട്ട് ഐഡിയാസ് ആർ, ഐ മീൻ ആസ് എ തോട്ട് ഗെറ്റ് സെറ്റ് ബേബി ഈസ് ബിഗർ. ഒരു കുറച്ചും കൂടി ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ ഫീഡ്ബാക്ക് പറയാൻ ആൾക്കാർ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. റാദർ ദെൻ ഇപ്പം ഞാനിപ്പോൾ മസിൽ വെച്ചാലും വെച്ചില്ലെങ്കിലും ആക്ഷൻ സിനിമ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ ഒരു പേഴ്സണൽ തിങ് ആണ്. ബട്ട് ഐ റിയലി അപ്രീഷിയേറ്റ് അവർ പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഫാമിലി ചിത്രങ്ങളിൽ ഉണ്ണിനെ കാണുന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഗെറ്റ് സെറ്റ് ബേബി മുന്നോട്ട് വെക്കുന്ന ഹാർട്ട് ടച്ചിങ് ഐഡിയ അത് എല്ലാവരിലേക്കും എത്തട്ടെ. ഒരുപാട് പേര് വേർഡ് ഓഫ് മൗത്തിലൂടെ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. ഉണ്ണി നേരിട്ട് അതിന്റെ പ്രൊമോഷന് ആ ഉദ്ദേശത്തിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഉണ്ണിയുടെ പ്ലാൻസ് വർക്ക്ഔട്ട് ആവട്ടെ, ഉദ്ദേശങ്ങൾ നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ഉണ്ണി. താങ്ക് യു സോ മച്ച്. ഈ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, സിനിമ തിയേറ്ററിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. യു ടേക്ക് യുവർ ഫാമിലീസ് ആൻഡ് ലവ്ഡ് വൺസ് ആൻഡ് സിനിമ കാണും എന്ന് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കും. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. Get set go. Get set go. For Get Set Baby. Thank you. ശരി, താങ്ക് യു ഉണ്ണി.